തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ഒരു പ്രമുഖ ഓർത്തഡോക്സ് പള്ളിയിലെ ട്രസ്റ്റിയുടെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന മധ്യേ ശുശ്രൂഷക്കാരൻ കൈവസൂരി കൊടുക്കുമ്പോൾ പള്ളിയിലെ ട്രസ്റ്റി ശുശ്രൂഷക്കാരനിൽ നിന്ന് സ്വീകരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് സ്ത്രീകളുടെ ആദ്യത്തെ ലൈൻ മുതൽ അവസാനത്തെ ലൈൻ വരെ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നു. ഇത് ഒന്നും രണ്ടും തവണയല്ല, എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്ന കാര്യമാണ്. അതും സ്ത്രീകൾക്ക് മാത്രമാണ് നൽകുന്നത്, പുരുഷന്മാർക്കില്ല. സാധാരണ കണ്ടുവരുന്നത് മുൻനിരയിൽ നിൽക്കുന്ന പുരുഷൻ വാങ്ങി മുൻനിരയിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് നൽകും. അത് കൈമാറി അവസാനത്തെ ആളിനും ലഭിക്കുന്നു. അതുപോലെ സ്ത്രീകളിലും മുൻനിരയിൽ നിൽക്കുന്ന ആരെങ്കിലും ശുശ്രൂഷക്കാരനിൽ നിന്നും വാങ്ങി ഒന്നോ രണ്ടോ സ്ത്രീകൾക്ക് നൽകുന്നു. അത് കൈമാറി അവസാനം നിൽക്കുന്ന സ്ത്രീക്കും ലഭിക്കുന്നു. ഇത് ശുശ്രൂഷക്കാരിൽ നിന്നും മറ്റാരും വാങ്ങിക്കാൻ പാടില്ല, ഇയാൾ തന്നെ വാങ്ങിക്കും. അവസാനം വരെയുള്ള നിരയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് കൊണ്ടുകൊടുക്കുന്നു. ഒരു സ്പർശന സുഖം. ഇത് പലതവണ മറ്റു പലരും ചൂണ്ടിക്കാണിച്ചതാണ്. നാണം വേണ്ടേ? വികാരിയും ശാസിച്ചിട്ടുള്ളതാണ്. ഉളുപ്പ് വേണ്ടേ? ഇനി ഒരു സംശയം. കൈവസൂരി കൊടുക്കുമ്പോൾ വിശുദ്ധ മദ്ബഹയിൽ നിന്ന് ശുശ്രൂഷകൻ പറയുന്നുണ്ട് തമ്മിൽ തമ്മിൽ ചുംബനം കൊടുക്കണമെന്ന്. ഇങ്ങനെയാണെങ്കിൽ അതും ഉടനെ ഉണ്ടാകും. ഒരു മരണ വീട്ടിൽ ചെന്നാലോ ആദ്യാവസാനം വരെ മൃതശരീരത്തിനരികിൽ ബന്ധുക്കളുടെ അടുത്ത് തന്നെ ഇരിപ്പുറപ്പിക്കും. ആന പിടിച്ചാലും അനങ്ങില്ല. ആദ്യം കാണുന്നവർ വിചാരിക്കും ഏതോ അടുത്ത ബന്ധുക്കളാണെന്ന്. നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലുകുരുത്താൽ അതും അവനൊരു തണല. അതുപോലെ പള്ളിയിൽ വരുന്ന സ്ത്രീകളോട് കയ്യിൽ തടവിയാണ് വിശേഷങ്ങൾ ചോദിക്കുന്നത്. അതും ഒരു സ്പർശന സുഖം. പലർക്കും അരോചകം തോന്നിയിട്ടുണ്ടെങ്കിലും ആരും അത് പ്രകടിപ്പിക്കാത്തത് മാനഭയം ഓർത്തിട്ടാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കല്ല കേട്. അതുകൊണ്ടെന്താ, ആരും എതിർക്കാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. സ്പർശന സുഖമല്ലേ, വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ഇനി ഇയാളുടെ കൂടെ നടക്കുന്ന ഒരു കമ്മിറ്റി അംഗമോ ഒന്നും പറയണ്ട, പക്ക ഞരമ്പ് രോഗി. അവൻ്റെ വിനോദം കാണാൻ കൊള്ളാവുന്ന വീടുകളിലെ വീട്ടമ്മമാരെ വിളിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും വളയ്ക്കുന്നതാണ്. അങ്ങനെ വളയ്ക്കുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നിരുന്നു. അത് പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം. ബാക്കി എത്രയോ സ്ത്രീകൾ അഭിമാനം കൊണ്ട് പുറത്തു പറയുന്നില്ല. ഇവരുടെ എല്ലാവരുടെയും കഥകൾ വെച്ച് ഒരു നീല ചിത്രം തന്നെ പിടിക്കാം. അവരെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കുകയും ചെയ്യാം. പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കിയുടെ വിശപ്പും മാറും. ഇവനൊക്കെ നാണമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അതും പള്ളിയിൽ.